സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം. കേരളത്തിൽ നിന്ന് നേത്രാവതി പാലം കടന്ന് കർണാടകയുടെ മണ്ണിൽ എത്തിച്ചേർന്ന വിവിധ മേഖലകളിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ധാരാളം മലയാളി തൊഴിലാളികളും കുടുംബങ്ങളും തിങ്ങിപ്പാർക്കുന്ന സുറത്കൽ മേഖലയിൽ കേരളത്തനിമ നിലനിർത്തുന്ന ഒരു കലാസാംസ്കാരിക കൂട്ടായ്മ അനിവാര്യമായിരുന്നു. ഈ അവസരത്തിൽ 1999 ശ്രീ ഗണേശൻ സാർ പ്രസിഡന്റായും ശ്രീ രാജശേഖരൻ സെക്രട്ടറിയായും ശ്രീ പപ്പേട്ടൻ, ശ്രീ അമ്പുട്ടി സാർ, ശ്രീ TS ജോൺ, ശ്രീ TK രാജൻ, ശ്രീ CGP നായർ, ശ്രീ അബ്രാഹം മാത്യു തുടങ്ങി പ്രമുഖരുടെ നേതൃത്വത്തിൽ കൈരളി കലാവേദി എന്ന സംഘടന രൂപീകൃതമായി. യഥാർത്ഥത്തിൽ കേരള സമാജത്തിൻ്റെ ഓണം കണ്ട് ഒരു ഭ്രമം തോന്നിയിട്ടാണ് ഇവിടുത്തെ മലയാളികളെല്ലാം കൂടെ ചേർന്ന് ഇത് നമുക്കിവിടെ ഒരു സംഘടന ഉണ്ടാക്കാം. അതിന് പേരെന്തായാലും പോലും ഒരു സംഘടന ഉണ്ടാക്കാം. അത് കേരള സമാജത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യാം. ഒരു മലയാളി മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപക്ഷെ പല പേരിലായിരിക്കും ആളുകൾ അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് മറ്റൊന്നായിരിക്കാം. ഒരാൾ എനിക്ക് ഒരു ദീർഘകാലം പരിചയമുണ്ടായിരുന്നു. പുള്ളി ഹാർബറിൽ ഒരു ജോലിക്കാരനായിരുന്നു. പുള്ളി ഒരു അഡ്രസ്സ് തന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് പുള്ളി അങ്ങ് മരിച്ചു. മരിച്ച അഡ്രസ്സിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരാളില്ല. പുള്ളിയുടെ പേര് പുള്ളി ക്രിസ്ത്യൻ പേരകത്ത് തന്നിരുന്നത്, പക്ഷേ പുള്ളി ആക്ച്വലി ഹിന്ദു ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മലയാളിയാണെങ്കിൽ ഏത് ജാതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഉപവിഭാഗം ആയിക്കോട്ടെ അത് പ്രശ്നമല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അനാഥനെ പോലെ ഇവിടെ വഴി കിടക്കാനുള്ള ഇടവരുത്തരുത്. അതുകൊണ്ട് ഒരു ആൾക്ക് സഹായം ആവശ്യമായിട്ട് വന്നാൽ അതിന് നമ്മളൊരു കുറേ പേര് സംഘടിച്ചിട്ട് അതിന് ഒരു ഫണ്ട് രൂപീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊന്നും എൻ്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു. അത് വളരെ ചെറുതാണെന്ന് പറഞ്ഞാൽ കടലിലേക്ക് കൊണ്ടുപോയി ഒരു തുള്ളി ഉപ്പിടും പോലെ ഉള്ളൂ. ഉപ്പ് നിറഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു തുള്ളി ഉപ്പ് ഇട്ടാൽ ഒന്നും ആവില്ല. എന്നാലും എന്നെ കൊണ്ടാകും പോലെയൊക്കെ ഞാൻ ആദ്യകാലങ്ങളിൽ വളരെ സജീവമായിട്ട് അതിനകത്തുണ്ടായി. കുറേ കഴിഞ്ഞപ്പോൾ ഗണേശ് സാറിനെ ഒന്നും മറക്കാൻ പറ്റില്ല. ഗണേശ് സാർ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഈ ഓണം വരുന്ന ഒരു സമയത്ത് ഞങ്ങൾ സ്ഥിരം അഞ്ചലോട്ടക്കാരായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിരിവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസയൊന്നുമില്ല, കാര്യമായ പൈസയൊന്നുമില്ല. പിരിവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഗോവിന്ദനാണ് അന്ന് ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് സഹകരിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ നല്ല രീതിയിൽ ഗോവിന്ദനൊക്കെ എവിടെ വെച്ച് കണ്ടാലും എപ്പോൾ കണ്ടാലും വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഒക്കെ തരാൻ പറ്റുന്നതിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ ഒരുപാട് അംഗീകാരമൊക്കെ ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൈരളിയുടെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ എല്ലാവിധ ശുഭാശംസകളും ഉണ്ടായിരിക്കും. അത് എപ്പോഴും ഉണ്ടായിരിക്കും എൻ്റെ മരണം വരെ. പുതിയ തലമുറ വരുമ്പോഴും എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഒരു സംഘടന സ്ഥാപിക്കുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. ആ സ്ഥാപിച്ച ആളുകൾക്ക് 100% അത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൽ നിന്ന് ഒട്ടും പേടിക്കാതിരിക്കാൻ ശ്രമിക്കാം. അതുപോലെയാണ് സംഘടന ഉണ്ടാക്കിയപ്പോഴും അന്നുണ്ടാക്കിയ അതിലേറ്റവും ചെറിയ ആൾ ഞാനാണ്. എന്നാൽ പോലും എൻ്റെ ഒരു ഭാവന ഉണ്ടായിരുന്നു, സംഘടന എന്തിനു വേണ്ടിയിട്ടായിരിക്കണം. ഒരു കാരണവശാലും വർഗീയത കുത്തിവെക്കാനോ അല്ലെങ്കിൽ ആരാടാ വലിയവരെന്ന് നോക്കിയിട്ട് അതിലേക്ക് ചാടാനോ അല്ല, അങ്ങനെയൊന്നും ഒരു ചിന്ത ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തിലാണ് ഉണ്ടാക്കിയത്. ഇനി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആകുന്നത്ര വർഗീയതയില്ലാതെ, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ആ ചേരിതിരിവില്ലാതെ, പണത്തിൻ്റെ കൊഴുപ്പും മുഴുപ്പും ഇല്ലാതെ അത് കാണിക്കാതെ ഒക്കെ നിലനിന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സുറത്കൽ കൈരളി കലാ സംസ്കാരവേദി 25 വർഷം മുമ്പ് സ്റ്റാർട്ടാക്കിയതാണ് ഞങ്ങൾ. അന്ന് മലയാളികൾ അത്ര സ്റ്റാർട്ട് ചെയ്യുമ്പം കുറവായിരുന്നു. ആ സമയത്ത് പറഞ്ഞാൽ അവിടെ ഈ മലയാളികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തെ അവിടെ മലയാളികൾ മെജോറിറ്റി ആയിപ്പോയി. അത്ര MRPL അങ്ങനെ ഓരോരോ ഇത് വന്നു കഴിഞ്ഞപ്പം കണ്ടവട്ട ആൾക്കാർ വന്നു. അപ്പോൾ കൈരളി നല്ല രീതിയിൽ അങ്ങ് അനവധി മെമ്പർമാരായി നല്ല രീതിയിൽ ഇപ്പം ഇത് കൈരളി ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് നെക്ലോബാസ് 6 വർഷമായി തോന്നുന്നു ഇപ്പോൾ പ്രസിഡൻ്റായിട്ട്. അതിനു മുമ്പ് മാക്സിൻ സെബാസ്റ്റ്യൻ, അതിനു മുമ്പ് ഇങ്ങനെ 2 കൊല്ലം 4 കൊല്ലം കൂടിയിട്ട് അനിൽ ദാമോദരൻ ഉണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. അതിൽ അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഇവരുടെ കൂടെ എല്ലാത്തിനും മുമ്പിലുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അന്ന് നമ്മളെ മലയാളികൾക്ക് അവിടെ സുറത്കൽ എന്തെങ്കിലും പ്രോബ്ലം അല്ലാണ്ടെങ്കിൽ ഞങ്ങളൊരു സംഘടനയായിട്ട് തന്നെ നല്ല ശക്തിയോട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ, ആശുപത്രി കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സംഘടന കൈരളി അന്ന് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിന്നൊരു കാലഘട്ടമായിരുന്നു. ആ ഇത് ഇപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും. ഇപ്പോഴത്തെ പ്രസിഡൻ്റാവട്ടെ എല്ലാവരും നല്ല രീതിയിൽ അതിന് ഇപ്പോഴും മുൻകൈ എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ സുറത്കൽ അതിലെ ഒരു പ്രൊഫസറുണ്ടായിരുന്നു, ജോൺ സാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എല്ലാം നമുക്ക് എല്ലാം ആക്റ്റീവായിട്ട് ഫാമിലിയോടുകൂടി വന്ന് എല്ലാം ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങുമ്പം അവിടെ തന്നെ ഞങ്ങളതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ എല്ലാ നല്ല അറേഞ്ച്മെൻറ്റ്സ് നമ്മളിവിടെ വന്ന് ചെയ്തിരുന്നു. അങ്ങനെ അനവധി ആൾക്കാർ പിന്നെ അങ്ങോട്ട് നമ്മളെ എല്ലാ ഓണം പരിപാടി എന്ന് വെച്ചാൽ സുറത്കൽ ഗംഭീരമായിരുന്നു. ആ ഗംഭീരം പറഞ്ഞാൽ അത്രയധികം അതിലെ ആൾക്കാരെല്ലാം എത്ര സന്തോഷമാണ്, ഇന്നും നല്ല സന്തോഷമായിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പൊസിഷനായിരുന്നു ആ സമയത്ത് സുറത്കൽ കൈരളി പറഞ്ഞാൽ ഇന്നും ആ പേര് നമ്മളെല്ലാം ഇടപെട്ട് നിന്നുകൊണ്ട് ഇന്നും നല്ല രീതിയിൽ അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കാരണം വെച്ചാൽ അവർ അത്ര നന്നായിട്ട് ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമ്മൾ അതിൻ്റെ ബാക്കിൽ ഞാനിന്നൊരു അഡ്വൈസറായിട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന ഇന്നും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കേരള സമാജം ബാംഗ്ലൂർ അതിന് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നത്. കാരണം വെച്ചാൽ കൈരളി പറഞ്ഞാൽ നമ്മളെ ബാംഗ്ലൂർ കേരള സമാജത്തിനൊരു വിങ്ങാണ്. അതുകൊണ്ട് ആ ലെവലിൽ എല്ലാവരും ഒന്നായിട്ട് സുറത്കല്ലിൽ കൈരളിയും മംഗലാപുരം കേരള സമാജം ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും ഒരു ഒത്തൊരുമയോടെയാണ് പോകുന്നത്. അത് തന്നെ നമുക്കുള്ളൊരു സന്തോഷമാണ്. അത് തന്നെ ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകണമെന്ന് മാത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും മുമ്പോട്ട് ഇതേ രീതിയിൽ കൈരളി കലാവേദി പോട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കൈരളി കലാവേദി സൂറത്കൽ നമ്മളെ ഇവിടുത്തെ മലയാളികളുടെ, പ്രത്യേകിച്ചും സൂറത്കലിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള എല്ലാ മലയാളികളുടെയും ഒരു 500, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 500 മെമ്പർ അടങ്ങുന്ന ഒരു മലയാളികളുടെ കൂട്ടായ്മയാണ്. നമ്മൾ ഇപ്പോൾ അത് തുടങ്ങിയിട്ട് 25 വർഷമായി. ഇപ്പോൾ 25ാം വാർഷികം നമ്മൾ വളരെ ഭംഗിയായി ആഘോഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യമുള്ളത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് വരികയാണിപ്പോൾ. പിന്നെ ഇതിൻ്റെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് മറുനാടൻ മലയാളികളുടെ പരസ്പരം അറിവിനെയും പരസ്പര സഹകരണത്തിനെയും പരസ്പരം സഹായത്തിനെയും, പ്രത്യേകിച്ചും ഈ നിർധനരായ മറുനാട്ടിൽ വളരെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടും അസുഖങ്ങളെല്ലാം ബാധിച്ച് പിന്നെ പലതരത്തിലും ഒക്കെ പരസ്പരം നമ്മൾ അറിഞ്ഞ് സഹായിച്ചും കൊണ്ട് ഇത്രയും കാലം വന്നിട്ടുണ്ട്. മുമ്പോട്ടും കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മനോഭാവത്തിലാണിപ്പം നമ്മൾ ഇതിനെ കൈരളി കലാവേദിയുടെ ഉദ്ദേശം. മാത്രമല്ല നമ്മൾക്ക് ഈ നമ്മളെ കൈരളി കലാവേദി എന്ന് തന്നെ നമ്മൾ പേരിടാൻ കാരണം ആ കുട്ടികളുടെ കലാപരിപാടികളും അതിനെല്ലാം നമുക്ക് നമ്മളതായ കുട്ടികൾക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ഇതും കൂടെ ഉദ്ദേശം കൂടെ അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു കൈരളി കലാവേദി രൂപീകരിച്ചതും ആ പേരങ്ങനെ ഇടാനും കാരണം. പിന്നെന്താ പറയുക വെച്ചാൽ അത് ഇതേ തരത്തിൽ എല്ലാവരും സഹകരിച്ച്, ഇപ്പോഴത്തെ യുവതലമുറകളും എല്ലാവരും സഹകരിച്ച് ഇതേ തരത്തിൽ വളരെ ഭംഗിയായി മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ 2 വാക്ക് നിർത്തുന്നു. ഈ സംഘടന ഇന്ന് കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തി ജാതിമത വർഗഭേദമന്യേ മംഗലാപുരം സുറത്കല്ലിൽ സ്വന്തമായൊരു ഓഫീസും 500ഓളം കുടുംബങ്ങൾ മെമ്പർമാരായും നിലനിൽക്കുന്നു. നമസ്കാരം, ഞാൻ എസ് ജിജു പിള്ളൈ. ഇന്ന് ചിങ്ങം 1 കൈരളി കലാവേദിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സന്ദേശം നൽകാൻ ഇതിലും നല്ലൊരു ദിവസമില്ല. 24 വർഷങ്ങൾക്ക് മുമ്പേ വിരലെണ്ണാവുന്നത്രയും മലയാളികൾ ചേർന്ന് തുടങ്ങിയ ഈ സംഘടന ഇന്ന് 500ഓളം മെമ്പർമാർ ഉള്ള ബൃഹത് സംഘടനയായി മാറിയിരിക്കുന്നു. ഈ 24 വർഷത്തെ യാത്രയിൽ
പല പ്രഗത്ഭന്മാരും ഈ സംഘടനയെ നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലത്തും കൈരളി കലാവേദിയുടെ ശക്തിയായ മെമ്പർമാരുടെ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലമായി ഇന്ന് നമ്മൾ ഈ കാണുന്ന യശസ്സ്. എനിക്കും ഈ യാത്രയിൽ 2 വർഷം കാലം ഈ സംഘടനയെ നയിക്കാനുള്ളൊരു അവസരം നൽകിയിരുന്നു. അതിന് ഞാൻ ഈ അവസരത്തിൽ നൽകിയ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും വരുന്ന വർഷങ്ങളിൽ കൈരളി കലാവേദി ഒരു ചരിത്രമായി മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങൾക്ക് വളരെ പ്രസക്തിയാണ്. വർത്തമാന കാലഘട്ടം ബന്ധങ്ങളില്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ ജീവിതത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ഇതുപോലെയുള്ള സാംസ്കാരിക സംഘടനകളുമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് ധാരാളം സൗഹൃദങ്ങളും വിലപ്പെട്ട ബന്ധങ്ങളും സമ്പാദിക്കാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തെ വളരെ ധന്യമാക്കാൻ ഉപകരിക്കുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം മംഗലാപുരത്ത് വന്ന് ഏതാണ്ട് 30 വർഷക്കാലത്തിനിടയിൽ കൈരളി പോലുള്ള മറ്റ് മലയാളി സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം വിലപ്പെട്ട സൗഹൃദങ്ങൾ ജീവിതത്തിൽ സമ്പാദിക്കാൻ എനിക്ക് കൈരളിയെപ്പോലുള്ള സംഘടന മൂലം സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിത തിരക്കിനിടയിൽ നിങ്ങൾ ഓരോരുത്തരും അല്പമൊക്കെ സമയം കണ്ടെത്തി ഈ സൗഹൃദം സൃഷ്ടിക്കാനും ജീവിതത്തിൻ്റെ ആ സുഖം അനുഭവിക്കാനുമുള്ള ആ ഒരു സന്ദർഭം പാഴാക്കരുതെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൈരളിയുടെ മുന്നോട്ടുള്ള പ്രയാണം വളരെ മാതൃകാപരമാണ്. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാവണം. മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കൈരളിയുടെ സംഘാടകരോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും. സഹോദരങ്ങളായ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ 25ാം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കൈരളിക്ക്, അതോടൊപ്പം ഓണാഘോഷം ആഘോഷിക്കുന്ന കൈരളിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കൈരളി കലാവേദി തുടങ്ങി 25 വർഷം പൂർത്തിയായ ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് ഇത് യാഥാർത്ഥ്യമാക്കിയ എല്ലാ മഹത് വ്യക്തികളെയും വളരെ സ്നേഹാദരപൂർവ്വം ഓർക്കുന്നു. ഇവരുടെയൊക്കെ അനുഗ്രഹ ആശംസകളോടുകൂടി എനിക്കും കൈരളിയിൽ ഏകദേശം 3 വർഷത്തോളം പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു. ഏറെ സന്തോഷം നൽകുന്ന കാര്യം നമ്മുടെയൊക്കെ ചിരകാല സ്വപ്നമായിരുന്ന സ്വന്തമായ ഒരു ഇരിപ്പിടം, ഒരു ഓഫീസ് കൂളായിൽ നമുക്ക് ആ കാലയളവിൽ മേടിക്കുവാൻ സാധിച്ചു എന്നതാണ്. ഇതിനായി സഹകരിച്ച എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികളെയും ഒത്തുചേർത്തുകൊണ്ട് നാം നടത്തുന്ന ആഘോഷങ്ങളും മറ്റ് സേവന പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുവാൻ കൈരളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും മുമ്പോട്ടും ഈ ജനസേവനത്തിൻ്റെ മാർഗത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ല നേതാക്കന്മാരും നല്ല അംഗങ്ങളും കൈരളിക്ക് ഉണ്ടാവട്ടെ. സ്നേഹം, ആദരവ്, ആ സന്തോഷം നമുക്ക് പങ്കിടുവാൻ ഇനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൈരളി കലാവേദി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അശരണരായ രോഗികൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കൈരളി കുടുംബാംഗങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മറ്റുമായി കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും മറ്റ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മഹിളാ വിഭാഗവും കൈരളിക്കുണ്ട്. കൈരളി കലാവേദിയുടെ 25ാം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ വനിതകളും ഞങ്ങൾ സന്തോഷപൂർവ്വം ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പരസ്പരം അറിയുവാനും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും ഏറെ സഹായിച്ച ഇതുപോലെയുള്ള സമാജങ്ങൾ ഒത്തിരിയുണ്ട്. അതിലൊന്നാണ് കൈരളി കലാവേദി. അതുപോലെ തന്നെ ഇനിയും വരും വർഷങ്ങളിൽ
ഞാനും എൻ്റെ കൈരളി കുടുംബാംഗങ്ങളും ഇതുപോലെ ഇനിയും നല്ല രീതിയിൽ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളട്ടെ എന്ന് ഞാൻ വളരെയധികം നന്ദിപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. 25-ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളി കലാവേദിയുടെ ഈ അവസരത്തിൽ കൈരളി കലാവേദിയുടെ എല്ലാ മെമ്പർമാർക്കും ആദ്യമായി ഒരു നമസ്കാരം. 1999 ശ്രീ ഗണേശൻ സാർ പ്രസിഡൻ്റായും ശ്രീ രാജേന്ദ്ര സാർ സെക്രട്ടറിയായും കൈരളി കലാവേദി രൂപീകരിച്ചു. കുളായി, ബക്കമ്പാടി, സൂറത്കൽ, കാന, കാട്ടിപ്പള്ള ഏരിയയിലുള്ള മലയാളികളായ ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് മലയാളി തൊഴിലാളികളും കേരള തനിമയോടുകൂടി ഒരു അസോസിയേഷൻ, ഒരു മലയാളി സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഗണേശൻ സാറിൻ്റെ നേതൃത്വത്തിൽ കൈരളി കലാവേദി രൂപീകൃതമാകുകയും ചെയ്തു. ഇന്ന് ഏകദേശം 500ഓളം മെമ്പർമാർ കൈരളിയിലുണ്ട്. ഈ മെമ്പർമാരുടെ ഒത്തൊരുമയും എന്തിനും ഏത് സമയത്തും പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഒരു കൂട്ടം പ്രവർത്തകരുമാണ് കൈരളിയുടെ ശക്തിയും മുമ്പോട്ടുള്ള പ്രയാണത്തിനുള്ള എല്ലാ ആർജവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കൈരളി പ്രളയകാലത്ത് നമ്മുടെ കൈരളിയിലുള്ള ശക്തമായ പ്രവർത്തനം കാരണം എല്ലാ രീതിയിലും സഹായം കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള പൈസ ചെലവാക്കുന്നതിനും രോഗികൾക്ക് കഴിവില്ലാത്തവർക്ക് പൈസ കൊടുക്കാനും കൈരളിയിൽ ഒരു ശക്തമായ ഒരു ചാരിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മലയാളികളായ കൈരളി മെമ്പേഴ്സുള്ള മലയാളികളായ മെമ്പർമാരുടെ മക്കളുകളെ കലാപരമായ വാസന, സ്പോർട്സിലുള്ള കഴിവുകൾ, മറ്റുള്ള ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൈരളി കാലാകാലമായി കുടുംബസംഗമങ്ങൾ നടത്തി വരാറുണ്ട്. ഇതിൻ്റെ കൈരളിയുടെ ശക്തി എന്ന് പറയുന്നത് ശക്തമായ പ്രവർത്തനവും അതിനെ മുൻപോട്ട് നയിക്കാനുള്ള ശക്തരായ നേതാക്കളുടെ ആർജവവും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തകരുടെ കഴിവുമാണ്. ഈ 25-ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഈ മെമ്പർമാരിൽ നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും അതുപോലെ നമ്മുടെ പ്രവർത്തകരുടെ കഴിവും നമ്മുടെ ഈ സംഘടനയെ കൂടുതൽ ശക്തമാക്കുന്നു. അതേപോലെ 25-ാം വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇനിയും നമ്മുടെ മുമ്പോട്ട് നയിക്കാനുള്ള യങ് ജനറേഷനും അതുപോലെ ശക്തമായ ഒരു വനിതാ വിങ്സും ഇന്ന് കൈരളിക്കൊണ്ട് ഈ കൂട്ടായ്മ നമ്മുടെ മുമ്പോട്ടുള്ള കൈരളിയുടെ പ്രവർത്തനത്തെ ശക്തമാക്കുകയും 25-ാം വർഷം കൂടുതൽ ഭംഗിയാവുകയും മുമ്പോട്ടുള്ള എല്ലാ ഭാവുകങ്ങളും ഈ കൈരളിയുടെ പ്രവർത്തനത്തിൽ നേർന്നുകൊണ്ട് ഈ സമയത്ത് ഈ ഒരു സെക്രട്ടറി എന്ന പദത്തിൽ എത്തിച്ചേരുവാനും ഒരു മെമ്പറായി പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചതിൽ കൃതജ്ഞതയുണ്ട്. ഇനിയും കൈരളി ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് പനമ്പൂർ, കൂളൂർ, വൈക്കമ്പാടി, സുരത്കൽ ഭാഗത്ത് മലയാളികൾ വളരെയധികം ബുദ്ധിമുട്ടും മരണപ്പെട്ടാൽ നാട്ടിലെത്തിക്കാനോ അവരെ സംസ്കരിക്കാനോ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ ഇവിടുത്തെ മലയാളികൾ കുറേ പേര് ചേർന്ന് ഉണ്ടാക്കിയൊരു വളരെ ബുദ്ധിമുട്ടി. അന്ന് ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ ഉണ്ടാക്കിയൊരു സംഘടനയാണ്. ഈ സംഘടനയുടെ ഉദ്ദേശം തന്നെ കാരുണ്യ പ്രവർത്തനം. മലയാളികൾ ഇവിടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ നാട്ടിലെത്തിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യാനുള്ള ഏർപ്പാടുകൾ, ഹോസ്പിറ്റലുകളിൽ ബില്ല് കെട്ടാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുക തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ കൈരളി കലാവേദി എന്ന സംഘടന എല്ലാവരുടെയും സഹകരണങ്ങളും ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വളരെ യോജിച്ച് ഐക്യത്തോടുകൂടി സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. 25-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് ഇവിടെയുള്ള മലയാളികളോട് പറയാനുള്ളത്, ഈ തലമുറ കഴിഞ്ഞാലും ഈ ഒരു സംഘടന ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ വരും തലമുറയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരത് ചെയ്തിരിക്കണം. കാരണം അന്യനാട്ടിൽ ഒരു മലയാളി സംഘടന മലയാളികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്നു എന്നതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. പല സാഹചര്യങ്ങളിലും പലരെയും നമ്മൾ കൈരളിയുടെ മെമ്പറെന്നോ ഒരു മാനദണ്ഡവും കൂടാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കൂടാതെ മലയാളി എന്നുള്ള ഒരൊറ്റ കാരണം
വെച്ചുകൊണ്ട് മാത്രം നമ്മൾ സഹായിക്കുന്നുണ്ട്. അത് മറ്റുള്ള ഒരു ചിന്താഗതിയില്ല. കൈരളി കലാവേദി ഒറ്റക്കെട്ടായി ഇതിലെ പ്രവർത്തകരും ഇതിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അഡ്വൈസർമാർ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, ജോയിൻറ്റ് സെക്രട്ടറി തുടങ്ങിയ എല്ലാവരും അതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ക്രിസ്മസിന് 23 ഡിസംബർ 25 ഒരു മലയാളി വൈക്കമ്പാടിയിൽ പൊള്ളലേറ്റ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇവിടെയുള്ള മലയാളി സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോലീസ് സ്റ്റേഷൻ മുഖേന നമ്മളെ അറിയിച്ചു. നമ്മളത് ഏറ്റെടുത്തു. അതിൻ്റെ എല്ലാ ചടങ്ങുകളും സുരത്കൽ ശ്മശാനത്തിൽ നടത്തി അതിൻ്റെ ശേഷക്രിയ ചെയ്യാനുള്ള ഇത് നമ്മൾ നാട്ടിലേക്ക് വരെ എത്തിച്ചു കൊടുത്തു. അതേപോലെ ഒത്തിരി കാര്യങ്ങൾ ഇത് നമ്മൾ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സഹകരണം വേണം, സഹകരിക്കണം എന്നെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും കൂടുതലായിട്ട് ഈ സംഘടനയെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും സഹകരണ സന്നദ്ധത ഇതിലുണ്ടായിരിക്കണം. ഈ സംഘടന ഇനിയും 25 വർഷമല്ല, എത്ര അടുത്ത തലമുറയ്ക്കും ഇത് കൈമാറി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതിനെ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൈരളിയുടെ പ്രവർത്തന മികവിൻ്റെ ഒരുമയോടുള്ള ഈ ജൈത്രയാത്ര ഇപ്പോൾ 25ാം വർഷത്തിലേക്ക് വളരെ ഐക്യത്തോടെ മുന്നേറുന്നു എന്ന സന്തോഷവും ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ഹൃദയപൂർവ്വം പങ്കുവയ്ക്കുന്നു. ഏവർക്കും കൈരളി കലാവേദിയുടെ രജത ജൂബിലി മംഗളാശംസകൾ. നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം. നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.